എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് വേറെ കുഴപ്പങ്ങളൊക്കെ ആയിരിക്കും, ഇനി മുന്നോട്ട് കുഴപ്പങ്ങളൊക്കെ കാണും. അത് നിങ്ങൾ വലിയ മൈൻഡ് ആക്കണ്ട ഗൈസ്, ഇത് വലിയതായിട്ട് മാറാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന്റെ റിവ്യൂ ആണ് ഗൈസ് നടത്താൻ പോകുന്നത്. ഞാൻ കുറേ പേരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് അല്ല, ഈ എക്സാമിനെ കുറിച്ചല്ല ഗൈസ്, ഈ എക്സാമിന്റെ റിവ്യൂ എൻ്റെ സ്വന്തം റിവ്യൂ ആണ് ഗൈസ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ കുറേ റിവ്യൂകളൊക്കെ ഇന്നലെ കണ്ടത്. ഇന്നലെ ഞാൻ ഫിസിക്സിന്റെ റിവ്യൂ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എന്നാ പറയാൻ അതൊരു വലിയായിരുന്നു. ഇന്ന് എനിക്ക് കെമിസ്ട്രി എക്സാം ആയിരുന്നു ഗൈസ്. ഞാനാണ് ഇന്നലെ എനിക്ക് ഫിസിക്സ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫിസിക്സ് പാടായിരുന്നു ഗൈസ്. എനിക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ എളുപ്പമായിരുന്നെങ്കിലും എനിക്ക് ഫിസിക്സ് പാടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്താണ്ടൊക്കെ കാണിച്ചിട്ടാണ് അവിടുന്ന് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്നലെ വൈകിട്ട് കെമിസ്ട്രി പഠിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഗൈസ് കെമിസ്ട്രി. അതുകൊണ്ട് ഞാൻ രാവിലെ ഇരുന്നാണ് പഠിക്കുന്നത്. ഇതാണ് ഗൈസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനായിട്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഗൈസ്. സാധാരണ എനിക്ക് ഈ വലിയ പേപ്പർ കാണുമ്പോഴത്തേക്കും ആ പേപ്പറിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് വരെ ടെൻഷൻ അടിക്കാറുണ്ട് ഗൈസ്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എനിക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ ടൈട്രേഷൻ ആയിരുന്നു. ഓഡ് നമ്പറുകാർ ഫസ്റ്റ് ടൈട്രേഷൻ ചെയ്യാനായിട്ടും ഇവൻ നമ്പറുകാരും സാൾട്ട് അനാലിസിസ് ചെയ്യാനായിട്ടുമാണ് പറയുന്നത്. ഞാൻ പണ്ടോട്ടെ ഓടായിരുന്നു ഗൈസ് എല്ലാ കാര്യത്തിലും. ഈ ടൈട്രേഷനിൽ വന്നേക്കുന്ന KOH കാണാമോ ക്വസ്റ്റ്യൻ? എന്നെ തന്നെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പിന്നെ ഈ ടൈട്രേഷനും KOH HCl തമ്മിലുള്ള ടൈട്രേഷൻ ആയിരുന്നു കേസ് കിട്ടിയത്. ആദ്യത്തെ 5 മിനിറ്റ് തന്നെ ഞാൻ പ്രൊസീജിയറും പ്രിൻസിപ്പിളും പിന്നെ എന്തോ ഉണ്ടായിരുന്നല്ലോ എയിമും ഒക്കെ എഴുതിക്കൊണ്ട് കൊടുത്ത്. ഇപ്പം എനിക്ക് 2 എക്സാം നടന്നു. സുവോളജി നടന്നു, ഫിസിക്സ് നടന്നു. ഈ 2 എക്സാമിലും എന്നാണോ ഞാൻ ചെല്ലുന്ന ഇൻവിജിലേറ്റർ, ഞാനിപ്പോൾ ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് ചുമ്മാതൊന്ന് ചെന്നാലും ഇൻവിജിലേറ്റർ എന്തെങ്കിലും കൊനസ്റ്റ് ചോദ്യം ചോദിക്കും. ഞാൻ പഠിച്ചതെല്ലാം മറന്നു. ഇത് തന്നെയാണ് കേസ് സ്ഥിരം പരിപാടി. പക്ഷെ ഇന്നത്തെ ഇൻവിജിലേറ്ററിനോട് എന്നെ പ്രത്യേകിച്ച് ഞാൻ ഇതൊന്നും കൊടുക്കാൻ പോയപ്പോൾ ഒന്നും ചോദിച്ചില്ല കേട്ടോ. അത് തന്നെ എനിക്ക് വലിയ സന്തോഷം. അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുവിധം നന്നായിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്നാണോ ഞാൻ ടൈട്രേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ ടൈട്രേഷനിൽ കിട്ടിയതിന് എന്തൊക്കെയോ കളറൊക്കെ മാറാനായിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേസ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഈ കളർ മാറിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഓണാക്കി വിട്ട സാധനം ഓഫാക്കാൻ മറന്നു പോയതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ആദ്യം ചെറിയൊരു വാല്യൂവിൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വാല്യൂ ഒക്കെ സെറ്റായി കിട്ടി. ഞാനത് കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴത്തേക്ക് അടുത്ത സാൾട്ട് ചെയ്തോളാൻ പറഞ്ഞു. സാൾട്ടിലാണ് എനിക്ക് പണി കിട്ടിയത്. എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ആഗ്രഹിച്ച എക്സ്പെരിമെൻറ്റ് എനിക്ക് കിട്ടി, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കേസ്. പക്ഷേ ചെയ്യാൻ പറ്റിയില്ലെന്നല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു നിനക്ക് അമോണിയം കാർബണേറ്റ് കിട്ടും, ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കിട്ടും, എന്നിട്ട് നീ ആദ്യം തന്നെ ഇറങ്ങിപ്പോവും. എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ഇറങ്ങിപ്പോവും. അപ്പോൾ ആൾക്കാരല്ലേ എന്നെ നോക്കും, അങ്ങനെയൊക്കെ ഒരു മൈൻഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ എല്ലാ എക്സാം ചെയ്താൽ പോകുന്നത്. അത് വേറെ കാര്യം കേസ്. അത് കഴിഞ്ഞിട്ട് സാൾട്ട് കിട്ടിയത് എനിക്ക് സൾഫേറ്റ്. ആദ്യം തന്നെ ആനിയോൺ ചെയ്തപ്പോഴത്തേനും സൾഫേറ്റ് ആണ് കേസ് കിട്ടിയത്. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. സങ്കടമല്ല, എൻ്റെ മൂഡ് പോയി കേസ് എഴുതാനായിട്ടുള്ള. അതെല്ലാം ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോകുമ്പോൾ തന്നെ സ്റ്റെപ്പുകളൊക്കെ എഴുതുവാണെങ്കിൽ ഇത്രയും കുഴപ്പമില്ല. ഇത് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ സ്റ്റെപ്പെല്ലാം മറന്നു. എന്നാലും പക്ഷേ ഈ എക്സാം ഞാൻ കുറച്ചൊക്കെ ഓർത്തിരിപ്പുണ്ടായിരുന്നു കേസ്. എന്നിട്ട് സൾഫേറ്റ് കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയത് കൺഫർമേറ്റർ നമ്മൾ ചെയ്യണമല്ലോ ആനയുണ്ട്. പിന്നെ 0 ഗ്രൂപ്പ് ആയിരുന്നു, അപ്പോൾ അതും ആദ്യം തന്നെ കിട്ടി കേസ്. പിന്നെ അമോണിയം സൾഫേറ്റ് ആയതുകൊണ്ട് അതും ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് കേസ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒന്നും വലിച്ചു കാര്യം എഴുതണ്ട. പിന്നെ എനിക്ക് സന്തോഷമായി കേസ്. എന്നിട്ട് ഞാൻ ഈ ടീച്ചറിൻ്റെ അടുത്ത് ആദ്യം ചെന്ന് റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ചെന്നു. എനിക്ക് അമോണിയം സൾഫേറ്റാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ എന്നോട് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു കേസ്. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം മറന്നുപോയി. എന്ന് വെച്ചാൽ ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. പക്ഷേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ആ ടീച്ചറിൻ്റെ മുഖവും പിന്നെ എന്നാ ടീച്ചർ ചോദിച്ച ചോദ്യവും അതിലിനി എന്തെങ്കിലും തെറ്റ് കാണുമോ, എൻ്റെ വൈവേൻ്റെ മാർക്ക് കുറയ്ക്കുമോ, അതിന് എൻ്റെ റെക്കോർഡിലേക്ക് പിടിക്കുമോ, അങ്ങനെ ഓരോരോ ടെൻഷൻ വന്നു. എന്നാലും ഞാൻ അതെല്ലാം മനസ്സിലടക്കി പിടിച്ചിട്ട് എഴുതി കേസ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നല്ലൊരു എക്സാം ആയിരുന്നു. 2 കഴിഞ്ഞ എക്സാമും വെച്ചിട്ട്. സുവോളജി അടിപൊളിയായിരുന്നു, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഇല്ലായിരുന്നു കേസ്. എന്നാലും ഇതെനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എനിക്ക് പണ്ടോട്ടേ കെമിസ്ട്രി ഇഷ്ടമില്ല. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കെമിസ്ട്രി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലാണ് കേസ്. അന്നോട്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോഴത്തേനും എനിക്ക് പരിപാടിയെല്ലാം തരും കേസ്. ഇനി അടുത്തത് ഇതിനെക്കുറിച്ചാണ് എനിക്ക് 2 വർത്താനം പറയേണ്ടത്. എൻ്റെ വിചാരം ഈ കുഴിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തോട് നിങ്ങളെ കാണാൻ പറ്റും കേസ്. ഇത് കുഴിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവർ ഈ ഡ്രില്ലിംഗ് മെഷീനൊക്കെ വെച്ച് കുഴിക്കുന്നു. പക്ഷേ എൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും അല്ല കേസ്. സ്ക്രൂ ഡ്രൈവറോ പപ്പടം കുത്തി അങ്ങാണ്ട് വെച്ചിട്ടാണ് കുഴിച്ചത്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും വലിയ കുഴിയല്ലായിരുന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു പപ്പടം കുത്തി വെച്ച് ഈ ബുക്കൊക്കെ കുത്തി തുളച്ച് കേസ്. എന്നാലും ഇത് എനിക്ക് ഫിസിക്സും സുവോളജിയും കുത്തിയപ്പോൾ പൊലിത്രയ്ക്ക് സങ്കടമായില്ല. പക്ഷെ ഇത് കുത്തിയപ്പോൾ എന്തൊക്കെയോ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേസ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ കേസ് പറയാനുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കെമിസ്ട്രീൻ്റെ പ്രാക്ടിക്കൽ ചേർന്ന് അത് ഒരു കാര്യം ഇങ്ങനെ തലേ നോക്കി പോയി. സന്തോഷമായി കേസ്. അപ്പോൾ ഇത്രയൊക്കെ കേസ് പറയാനായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ വലിയ എന്തൊക്കെയോ കാര്യമായിട്ട് അതിനെന്തൊക്കെയോ പറയൂലോ, അതൊന്നും എനിക്കറിയില്ല കേസ്. അങ്ങനെയൊന്നും പറഞ്ഞു പോകാനായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ട് ചെയ്യാനായിട്ടും. ഈ കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ഷോർട്സ് വീഡിയോയിലൊക്കെ പറയാൻ മറന്നു കേസ്. അപ്പം ഇനി ഇങ്ങനത്തെ
ലോങ് വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ വെറുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അത്ര ഗൈസ്, ബൈ.